ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥ അത് വളരെ വേദനയുള്ളൊരവസ്ഥയാണ്. എൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം തീരാൻ പോവുകയാണ്, ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ മെഡിറ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ജോഗ്രാഫ് മെഡിറ്റേഷൻ ജീവിതത്തിൽ പുതിയ ജീവൻ നൽകുന്ന ഒന്നാണ്. നിങ്ങൾ ഈ മെഡിറ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഏതോ കോണിൽ പ്രതീക്ഷയുടെ ഒരു അംശമുണ്ട് എന്നുള്ളതാണ്. ആ പ്രതീക്ഷയെ ചെറുതായി ഒന്ന് സ്ഫുലിംഗനം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആത്മാവും ഓജസ്സും നൽകുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം. വിശ്വാസത്തോടെ, ഉറപ്പോടെ നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ പങ്കുചേരാം. നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുവാൻ പോവുകയാണ്. ആഗ്രഹത്തോടെ വരുന്നവരെ ഉപേക്ഷിക്കുന്ന ഒന്നല്ല പ്രപഞ്ചം. പ്രപഞ്ചത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം. ഒറ്റ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്: നിങ്ങൾക്ക് ആഴത്തിൽ ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ പ്രതീക്ഷ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണമെന്ന് ആഴത്തിൽ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപിച്ചിരിക്കും. നമുക്ക് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ഉറപ്പോടെ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. കട്ടിലിൽ നിങ്ങൾ കിടക്കുകയോ കസേരയിൽ ഇരിക്കുകയോ ആയിരിക്കാം. പതിയെ ശ്വാസം അകത്തേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസത്തിൻ്റെ ചലനം, താളം അറിയുക. നിങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം പുറത്തേക്ക് പോകുന്നതായി നിങ്ങൾ അറിയുക. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വളരെ സാവധാനതയോടെ റിലാക്സ് ചെയ്യുക. കൈവിരലുകളും കാൽവിരലുകളും കവിളും നെഞ്ചും എല്ലാ അവയവങ്ങളും വളരെ സാവധാനത്തിൽ റിലാക്സ് ആകുന്നത് നിങ്ങൾ അറിയുക. നിങ്ങൾ ഒട്ടും ഭാരമില്ലാത്തൊരു വ്യക്തിയായി ഇപ്പോൾ കട്ടിലിൽ കിടക്കുകയോ കസേരയിൽ ചാരിയിരിക്കുകയോ ചെയ്യുകയാണ്. നിങ്ങളുടെ ശരീരത്ത് പതിക്കുന്ന ചെറിയ കാറ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായും സുവ്യക്തമായും കേൾക്കുവാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ മാത്രം സമയം. ഈ സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് സ്വയമായി ചോദിക്കാം. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദന, ആ വലിയ ഭാരം എന്താണ്? നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും പറയുവാൻ ഇപ്പോൾ സാധിക്കുന്നുവെങ്കിൽ അതെന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയായിരിക്കും അത് പറയുന്നത്? വളരെ താഴ്ന്ന സ്വരത്തിലോ, ചെറിയ ശബ്ദത്തിലോ, അല്ലെങ്കിൽ മനസ്സിലോ അത് പറയുക. പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം, ഒന്ന് തുറന്നു പറയാൻ വേണ്ടി മാത്രമാണ് നാം ഇതിപ്പോൾ ചെയ്യുന്നത്. മുൻവിധികൾ ഇല്ലാതെ, പരാതികൾ ഇല്ലാതെ നമുക്ക് തുറന്നു പറയാം. നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നം കേൾക്കുവാൻ ഒരു ശക്തി ഇവിടെ ഉണ്ട്.
ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് നന്ദി പറയുവാൻ എന്തെങ്കിലുമുണ്ടോ? നിങ്ങളിപ്പോൾ വിശ്രമിക്കുന്നത് ഒരു തലയിണയിലാണെങ്കിൽ, നിങ്ങൾ ചാരിയിരിക്കുന്നത് ഒരു കസേരയിലാണെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയുവാൻ സാധിക്കില്ലേ? സേ താങ്ക് യു, നന്ദി. ചൂട് ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചെങ്കിൽ, ഒന്ന് ചിരിക്കുവാൻ സാധിച്ചെങ്കിൽ, ജീവിതത്തിൽ നല്ല എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നന്ദി പറയുവാൻ സാധിക്കും. സേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ജീവിതമേ നന്ദി. ജീവിതമേ നന്ദി, നന്ദി, നന്ദി. ഞാൻ ജീവിതത്തിൽ ഇവിടം വരെ എത്തിയിരിക്കുന്നു, ഈ പ്രായം വരെ അല്ലെങ്കിൽ ഈ സമയം വരെ. എൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി കുറേയധികം നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ ജീവിക്കാൻ യോഗ്യനാണ്. എനിക്കിനിയും പലതും ചെയ്യുവാൻ കഴിയും. ഞാൻ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും അർഹനാണ്, അർഹയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. എനിക്ക് ഇനിയും തുടങ്ങുവാൻ സാധിക്കും. എനിക്ക് ചില കഴിവുകളുണ്ട്. എനിക്ക് ചില യോഗ്യതകളുണ്ട്. എൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. എനിക്ക് ഇനിയും മുന്നേറുവാൻ കഴിയും. വീണ്ടും വീണ്ടും നിങ്ങൾ അത് മനസ്സിൽ പറയുക. ഒരു 6 മാസത്തിന് ശേഷം നിങ്ങൾ ഒരു നല്ല പ്രഭാതത്തിൽ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്നത് സങ്കല്പിക്കുക. സൂര്യപ്രകാശം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സൂര്യൻ ഉദിച്ചുയരുകയാണ്. സൂര്യൻ്റെ ചെറിയ പ്രകാശരശ്മികൾ നിങ്ങളുടെ മുഖത്തും ശരീരത്തും വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇപ്പോൾ കാണുന്നത്? നിങ്ങളുടെ കൂടെ ആരാണ് ഉള്ളത്? നിങ്ങൾക്ക് ചുറ്റും എന്താണ് നിങ്ങൾ കാണുന്നത്, അനുഭവിക്കുന്നത്? നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന, നിങ്ങൾക്ക് ആശ്വാസം തരുന്ന, നിങ്ങൾക്ക് സ്നേഹം തരുന്ന ആ പ്രവൃത്തി എന്താണ്? അനുഭവിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ അതേ അവസ്ഥയിലായിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ കാര്യം, അത് നേടിയതായി നിങ്ങൾ മനസ്സിൽ കാണുക, അനുഭവിക്കുക, അറിയുക. ഇതൊരു സ്വപ്നമല്ല, ഇത് നടന്നിരിക്കുകയാണ്. ഇത് ഒരു ആഗ്രഹം മാത്രമല്ല, ഇത് നടന്ന കാര്യമാണ്. വിശ്വസിക്കുക. ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട്. തിരിച്ചു വരുവാൻ സാധിക്കും. ഇത് പ്രപഞ്ചം നൽകുന്ന ഉറപ്പാണ്. ആഴത്തിൽ ശ്വാസം അകത്തേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you. കണ്ണുകൾ വളരെ സാവധാനത്തിൽ തുറന്ന് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക.